ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയസിലൂടെ വൈറലായിട്ടുള്ള ഫുൾജാർ സോഡയാണ്. രണ്ട് രീതിയിലുള്ള ഫുൾജാർ സോഡയാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ഒറിജിനൽ റെസിപ്പിയും മറ്റൊന്ന് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ഫുൾജാർ സോഡ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ഈ പേസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു പിടി പുതിനയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലിട്ട് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 5 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഫുൾജാർ സോഡ സെറ്റ് ചെയ്യാം. ഇന്നിത് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ മോനാണ് കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ്സിലിട്ട് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അരച്ചെടുത്ത പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ ഒഴിക്കണം കേട്ടോ, എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഉപ്പിട്ടാലാണ് ഇത് ശരിക്കും പതഞ്ഞ് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു വലിയ ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങയുടെ ഒരു സ്ലൈസും അതുപോലെ ഒരു പുതിനയുടെ ഒരു ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഭാഗത്തേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറിയ ഗ്ലാസ് ഇതിലേക്ക് പയ്യെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കടയിൽ പോയി കുടിച്ചപ്പോൾ ഇത് മിക്സ് ചെയ്തൊന്നുമില്ല. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് വീട്ടിലുണ്ടാക്കി കുടിച്ചപ്പോഴേട്ടോ. ഇപ്പോൾ തന്നെ ഇത് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഈ പതയോടുകൂടി തന്നെ അങ്ങോട്ട് കുടിക്കുക. ഫുൾജാർ സോഡ വൈറലായത് നോമ്പിൻ്റെ സമയത്താണ്. പക്ഷെ അപ്പോൾ നമ്മുടെ കാലി വയറിലായിട്ട് ഇതുപോലത്തെ സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് കഴിഞ്ഞേ പിന്നെയാണ് ഈ ഫുൾജാർ സോഡ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇനി അടുത്തത് ഞാവൽപ്പഴം സ്ക്വാഷ് വെച്ചിട്ടുള്ള ഫുൾജാർ സോഡയാണ്. അതിനായിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിലിട്ട് 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ്, ഒരു 1/4 ടീസ്പൂൺ പുതിന, പച്ചമുളക് അരച്ച ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു വലിയ ഗ്ലാസ് എടുക്കുക. ഈ ചെറിയ ഗ്ലാസ് വലിയ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള വലിയ ഗ്ലാസ് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സോഡ ഒഴിച്ചു കൊടുക്കുക. ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഈ സോഡയിലിട്ട് പയ്യെ ഇട്ട് കൊടുക്കാം. ഇതിലിട്ട ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ശരിക്കും പതഞ്ഞ് പൊന്തി വരാത്തത്. എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നും. ഞാവൽപ്പഴത്തിൻ്റെ ഫുൾജാർ സോഡയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരിട്ട് പോയി ഫുൾജാർ സോഡ കുടിച്ച ഷോപ്പിലെ വീഡിയോയാണ് കേട്ടോ. ഇത് നാട്ടിൽ തന്നെയുള്ളതാണ്, ഷോപ്പിലാണ് ഞങ്ങൾ പോയി കുടിച്ചത്. ഇവരിങ്ങനെ ഓരോന്നും ഓരോ ഡബ്ബയിലാക്കി വെച്ചേക്കാണ്. അതായത് പുതിനയില ഒരു അരച്ചത് ഒരു ഡബ്ബയിലാക്കി വെച്ചേക്കാണ്, പച്ചമുളക് അരച്ചത് ഒരു ഇതിനകത്ത്, അതുപോലെ ഇഞ്ചി അരച്ചത് വേറൊരു ഡബ്ബയിലാക്കി വെച്ചേക്കാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവർ പച്ചമുളകിൻ്റെ അത് കുറച്ചിട്ടിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവർ ഉപ്പും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഉപ്പിടുകയൊന്നുമല്ല ചെയ്തത്. പക്ഷെ എന്നാലും നന്നായിട്ട് പതഞ്ഞ് പൊന്തി തന്നെ വന്നുണ്ട്. അതുപോലെ ഈ ചെറിയ ഗ്ലാസ് ഇല്ലാന്ന് കരുതി ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. വലിയ ഗ്ലാസ്സിലിട്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് അതിന് മുകളിലായിട്ട് സോഡ ഒഴിക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ടേച്ചാൽ മതി. അപ്പോഴും ഈ ഒരു പതഞ്ഞ് പൊന്തി വരുന്ന ആ ഒരു രീതി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു ഫുൾജാർ സോഡ ഉണ്ടാക്കുന്നത് തന്നെ. ഞങ്ങൾ കുറച്ച് പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ പതഞ്ഞ് പൊന്തി വരുന്ന രീതിയിലുള്ളത് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഉപ്പിൻ്റെ ഇതാണ് കറക്റ്റ് ആക്കേണ്ടത്. അതുപോലെ നല്ലതായിട്ട് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടും അതുപോലെ സോഡ ആയതുകൊണ്ടും ഈ കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങളുള്ളവർ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അവർക്കത് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പം ഞങ്ങളുടെ കുറച്ച് ട്രയൽസും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഞാവൽപ്പഴം സ്ക്വാഷ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.